മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു അയിലക്കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ഒരേപോലെയുള്ള മീൻ കറി കൂട്ടി മടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. ഒരു ചേഞ്ചിന് വേണ്ടി ഒരു വേറിട്ട രുചിയിലുള്ള ഒരു മീൻ കറിയാണിത്. ഇത് ചോറ്, ചപ്പാത്തി, പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഈ വ്യത്യസ്ത രുചിയിലുള്ള മീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടി മല്ലിയാണ് നമ്മൾ ചേർക്കുന്നത്. തേങ്ങയും ഇതിൽ അരച്ച് ചേർക്കാറില്ല കേട്ടോ. തേങ്ങയോ തേങ്ങാപ്പാലോ ചേർക്കാറില്ല. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ കുരുമുളകാണ്. എരിവിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് എരിവ് വേണ്ടവർക്ക് കുറച്ച് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുതിരാൻ വയ്ക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇത് കുതിർന്നിരിക്കണം. അതിൽ കൂടുതൽ കുതിർന്നാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് മൂടി വെച്ച് 1 മണിക്കൂർ നമുക്ക് കുതിരാൻ വയ്ക്കാം. ഈ കറി വയ്ക്കാനുള്ള മീൻ ഞാൻ 4 വലിയ അയലയാണ് എടുത്തിരിക്കുന്നത്. ഇത് 500 ഗ്രാം തൂക്കത്തിലുണ്ടാകും. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഈ മസാലയിൽ തയ്യാറാക്കാൻ പോകുന്നത്. ഈ 4 മീനിന് വേണ്ട മസാലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 മണിക്കൂറിന് ശേഷം ഇതിപ്പോൾ ഇതുപോലെയാണ് കുതിർന്നിരിക്കുന്നത്. കുറച്ചുകൂടി കൂടുതൽ സമയം കുതിർന്നാൽ വളരെ നല്ലതാണ്. നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാനിത് കുതിർത്തിയത് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, 1/2 കപ്പ് വെള്ളമാണ് നമ്മളിത് ഒഴിച്ചത് ഇതിലേക്ക്. ഇപ്പോൾ കുതിർന്നത് കൊണ്ട് കുറച്ച് വെള്ളം കുറവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എരിവിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട്, എന്നാലും ഞാനൊരു 5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇടത്തരം പച്ചമുളകാണ്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക. കൂടുതൽ എരിവ് വേണ്ട എന്നുള്ളവർക്ക് ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കർ മൂടിയിട്ട് ലോ ടു മീഡിയം ഹീറ്റിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത്. ഇതിൽ സ്റ്റീമെല്ലാം കളഞ്ഞിട്ട് എടുത്തതാണ്. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വേവിച്ചെടുത്ത മല്ലിയും പച്ചമുളകും കുരുമുളകും ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലുള്ള ഈ വെള്ളത്തിൽ കുറച്ച് ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. ആദ്യം കുറച്ച് ചേർക്കുക, പിന്നീട് കുറേശ്ശെ ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പം ഞാനത് കുറേശ്ശെ കുക്കറിലുണ്ടായ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് വെള്ളം ഉണ്ട്. ഇത് നമുക്ക് പിന്നീട് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ വേവിച്ച് എടുത്താലാണ് നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള അരപ്പ് കിട്ടുന്നത്. കണ്ടോ, അത് അരച്ചെടുത്തപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. മൺചട്ടി ആകുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ആവശ്യമായിട്ട് വരും കേട്ടോ. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് മൂപ്പിക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിൽ 1 കഷ്ണം ഇഞ്ചി ചതച്ചതും 8 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 10-15 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞതും 1 ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുള്ളിയും സവാളയും രണ്ടും ചേർത്താണ് ഈ കറി ഉണ്ടാക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂക്കുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഉള്ളി ഏകദേശം ഇതുപോലെ മുരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മൂപ്പിക്കാം.
മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കുക്കറിൽ വേവിച്ചെടുത്ത മല്ലിയും കുരുമുളകും പച്ചമുളകുമാണ്. അതെല്ലാം ഇതിലേക്ക് വടിച്ച് ചേർക്കാം. എന്നിട്ട് ഈ മസാലയുമായി നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ജാറിൽ പറ്റിയിരിക്കുന്ന അരപ്പ് പറ്റുന്നത്രയും സ്പൂൺ കൊണ്ട് വടിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി കുക്കറിൽ ബാക്കി വന്ന വെള്ളം ഈ ജാറിലേക്ക് ഒഴിച്ചൊന്ന് ചുറ്റിച്ച് വെക്കാം. ജാറിലെ അരപ്പ് ഈ കുക്കറിൽ നമ്മൾ വേവിച്ച വെള്ളം ബാക്കിയുള്ളതുമായിട്ട് ഒന്ന് ചുറ്റിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പം ചേർക്കേണ്ട, നമുക്കിത് പിന്നീട് ചേർക്കാം. ഇനി അരപ്പ് നല്ലതുപോലെ ഒന്ന് മുപ്പിച്ചെടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് ഇതിൽ കുറച്ച് എണ്ണയുടെ പോരായ്മയുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് വഴറ്റി കൊടുത്ത് നോക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുകയാണ് കേട്ടോ. നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിച്ചെങ്കിൽ ഇത്രയും എണ്ണ ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് ഇതുപോലെ എണ്ണയൊക്കെ തെളിയുന്ന സമയം വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ജാറിലെ അരപ്പ് ചുറ്റിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളിയോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അരക്കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ വാളംപുളിയാണ് ഞാനിപ്പോൾ ചേർത്തത് കേട്ടോ. നിങ്ങൾ വാളംപുളിയാണ് ചേർക്കുന്നതെങ്കിൽ അരക്കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്തതുപോലെ ചേർക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കുറേശ്ശെ ചേർത്ത് നീട്ടിയെടുക്കാം. ഇടയ്ക്കിടയ്ക്കായിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ഗ്രേവി ഒന്ന് നീട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് വേവിക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർക്കുക. 4 വലിയ അയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വേകാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് തിളക്കാൻ അനുവദിക്കുക. ഇനി ഈ മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഗ്രേവി ഒത്തിരി കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ നോക്കുക. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ഓരോ അയിലയും 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. മുഴുവനായിട്ട് ഇടുകയാണെങ്കിൽ ഈ ചട്ടിയിൽ കറക്റ്റായിട്ട് കിടക്കില്ല. കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ചട്ടിയാണെങ്കിൽ നമുക്ക് ഓരോ അയിലയും മുഴുവനായിട്ടും ഇതിലേക്ക് ചേർക്കാം. ഞാനിത് കട്ട് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രാഗി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഗ്രേവിയൊക്കെ ഇതിൻ്റെ പുറത്ത് വരത്തക്ക വിധം സ്പൂൺ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിയിൽ മുങ്ങിക്കിടന്ന് വേകുമ്പോൾ ഈ കഷ്ണങ്ങൾക്കൊക്കെ നല്ല ഉപ്പും പുളിയും മസാലയൊക്കെ പിടിക്കും. ഇനി നമുക്ക് മൂടി വെച്ച് ലോ ടു മീഡിയം ഹീറ്റിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കാം. ഇപ്പം മീനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ 10 മിനിറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചട്ടി ഒന്ന് ചുറ്റിച്ചാണ് ഇളക്കി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പോയി പിടിക്കും. ഇപ്പം ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ചട്ടിയിലെ ചൂട് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ തിക്കാകും. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് കുറേ നേരം ഈ ചൂട് ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ ഗ്രേവിയോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഇത് മൂടി വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റായിട്ട് തിക്കാകും. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഈ തിളയൊക്കെ താറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഈ കറി ഇരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ മുളക് പൊടി ചേർത്തുണ്ടാക്കുന്ന കറി പോലെയല്ല. കുറച്ച് ബ്രൗണും ലൈറ്റായിട്ടുള്ള പച്ച നിറം മഞ്ഞ നിറമൊക്കെ ചേർന്നതാണ്. കറിക്ക് ചുവന്ന നിറം ഉണ്ടാകില്ല. മുളക് പൊടി ചേർത്താലാണ് ചുവന്ന നിറത്തിൽ മീൻ കറി ഇരിക്കുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഈ കറി ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലുമാണ്. പിന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും
ചപ്പാത്തി, പുട്ട്, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഗ്രേവിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അയല മാത്രമല്ല, ചാള എന്നറിയപ്പെടുന്ന മത്തി കൊണ്ടും നമുക്ക് ഈ മസാലയിൽ കറി വയ്ക്കാം. അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ മീനുകളും ഇതുപോലെ വെക്കാം. കിളിമീൻ എന്നറിയപ്പെടുന്ന മീനിലൊക്കെ ഇതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്